ഒരു കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. കുറച്ച് ലൂസിൽ വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു തവ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറേശ്ശെയായി ഒഴിച്ചിട്ട് ഒരു 2-3 ദോശ ചുട്ടെടുക്കണം. നൈസ് ദോശയായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് കുറച്ച് വെന്ത് വന്നാലേ ഇത് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ദോശ പൊട്ടിപ്പോകും. ഇനി അതിൻ്റെ മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കാബേജ്, ഒരു വലിയ ഉള്ളി ചെറിയ പീസാക്കിയത്, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ക്യാരറ്റ്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക്, ബീഫ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് 4 വിസിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അതൊന്ന് ക്രഷാക്കി എടുത്തിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ ദോശ നന്നായി മടക്കാൻ പറ്റണം, എന്നാലേ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഒരു ദോശ എടുത്തിട്ട് 4 ഭാഗമാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം. ഇത് ബീഫ് പങ്കിയാണ്, അതുകൊണ്ടാണ് ഇതേപോലത്തെ ഷേപ്പാക്കി എടുക്കുന്നത്. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് 4 ഭാഗത്തും മൈദ പേസ്റ്റ് ആക്കി കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം ഈ മസാല വെച്ച് കൊടുത്തിട്ട് നേരെ രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി ടൈറ്റിൽ ഇതേപോലെ റോളാക്കി എടുക്കണം. ആദ്യത്തെ 2 ഭാഗം ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ടൈറ്റിൽ ചുരുട്ടിയെടുക്കണം. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഇത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാം, ബീഫ് തന്നെ വേണമെന്നൊന്നുമില്ല. ചിക്കനെ കൊണ്ട് നല്ല ടേസ്റ്റാണ്. മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്ത് മാറ്റാം. ഈ നോമ്പ് കാലത്ത് കുഴക്കണ്ട, പരത്തണ്ട, മസാല വഴറ്റേണ്ട ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി സ്നാക്സാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.